അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും പോഷക സമൃദ്ധി മിഷന്റെയും ജൈവ കാർഷിക മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ വീട്ടിലും ആവശ്യമായ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈകൾ വിതരണം നടത്തിയത്. പദ്ധതിയിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ആദ്യം അപേക്ഷിച്ച 115 പേർക്കാണ് കിറ്റ് നൽകുന്നത്. പച്ചക്കറി തൈകൾ, അതിനുവേണ്ട ജൈവ ജീവാണു വളങ്ങൾ, ജൈവ കീടനാശിനികൾ എന്നിവയടങ്ങുന്ന 800 രൂപയുടെ കിറ്റ് 300 രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക് നൽകിയത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ പച്ചക്കറി തൈയുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം വിഷരഹിത പച്ചക്കറികൾ നമ്മൾ ഭക്ഷിക്കുന്നതിന് നമ്മൾ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് പല പദ്ധതികളിലായിട്ട് ഈ പച്ചക്കറി തൈകൾ നൽകാറ്. ഇത് കൊണ്ടുപോകുന്നവർ, വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കൊണ്ടുപോയി കാലാകാലങ്ങളിൽ പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി പച്ചക്കറി തൈകൾ കൊടുത്തു കഴിയുമ്പോൾ അത് വീടിൻ്റെ പുറകിൽ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് പിന്നെ എടുത്ത് കളയുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നവർ 5 സെൻറ്റിൻ്റെ അകത്ത് വളങ്ങൾ ചേർത്താണ് 5 സെൻറ്റ് ചെയ്ത് കൃഷി ചെയ്യുകയും വിഷരഹിത പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് അത് നമുക്ക് പൊതുമാർക്കറ്റിൽ, നമുക്കിവിടെ ജൈവ മാർക്കറ്റുണ്ട് ആഴ്ചയിലൊന്ന്, അപ്പോൾ അവിടെ അത് വിൽപ്പനയ്ക്കും കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പച്ചക്കറി തൈകളായ പാവൽ, പച്ചമുളക്, വഴുതന, പയർ, തക്കാളി, പപ്പായ, കറിവേപ്പ്, മുരിങ്ങ ഉൾപ്പെടെ സമ്പൂർണ്ണ വെജിറ്റബിൾ മിക്സ്, സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ഫിഷ് അമിനോ ആസിഡ് എന്നിവയടങ്ങിയ കിറ്റാണ് കർഷകർക്ക് ലഭിച്ചത്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ, മറ്റ് കൃഷിഭവൻ ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.